നമ്മുടെ കേരളത്തിലുള്ള ഒരാള് നിങ്ങളെ ഏജ് 15 ഇയേഴ്സ് ആവുമ്പോൾ അപ്പം 75 മൈനസ് 15 എത്രയായി 60 ആൾമോസ്റ്റ് 50%. പിന്നെ വീണ്ടും വീക്കെൻഡ് ഒക്കെ കുറയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ വരുന്ന വീക്കെൻഡ് അല്ലേ, സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവാക്കിയാൽ ബാക്കി എത്രയാണ് 46 വർഷം. ഇനി എന്താണ് നെക്സ്റ്റ്? ഹോളിഡേയ്സ്, സിക്ക് ലീവ് ഒക്കെ എടുക്കാറില്ലേ സ്കൂളിൽ, അതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി 34 ആയി. ഓക്കെ, 34 വീണ്ടും കുറഞ്ഞ് ഉറങ്ങണ്ട നിങ്ങൾക്ക്. അപ്പോൾ ഉറക്കവും ഭക്ഷണത്തിന്റെ സമയമില്ലേ, അതെല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഇയേഴ്സ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലേ, ട്രാവൽ ചെയ്യില്ലേ, ട്രാവലിംഗ് ടൈം എല്ലാം ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹൗ മെനി ഇയേഴ്സ് ഡു യു ഹാവ് ടു ലിവ്? ഓൺലി 6 years. Only 6 years is the actual time available. മനസ്സിലായില്ലേ? നമ്മൾ 75 വർഷം എന്ന് പറയുമ്പോൾ we will think കുറേ കാലം ഉണ്ടല്ലോ, നമുക്ക് കുറേ മെല്ലെ മെല്ലെ ചെയ്യാനുള്ള പണികൾ നമ്മളെ ഇതൊക്കെ പിന്നെ ചെയ്യാൻ വിചാരിക്കും. പക്ഷെ ആക്ച്വൽ ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺലി 6 years. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി, റിബൺ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ കുറെ സ്റ്റഡിയും കാൽക്കുലേഷനും ഒക്കെ. താങ്ക് യു സോ മച്ച് അഫ്ഷൻ. ഒരു ക്ലാപ്പ് കൊടുക്കാം അഫ്ഷൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ടൈം ഇസ് വെരി പ്രഷ്യസ്. നമ്മളിപ്പോ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും മൈക്രോ സെക്കൻഡും വാല്യുബിൾ ആണ്. ഓൾറൈറ്റ്, നൗ ടൈം ഇസ് വാല്യുബിൾ, നോൺ റിന്യൂവബിൾ. എന്താ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പോയത് തിരിച്ചു കിട്ടില്ല അല്ലേ? അപ്പോൾ അതിന്റെ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഓരോ ഗോൾസ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൈസ അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ടൈം. ചില സമയത്തൊക്കെ നമുക്കിപ്പോൾ വെറുതെ കിട്ടുന്ന ഈ എയർ ഇല്ല, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ, അതൊക്കെ അതിന്റെ വാല്യൂ അറിയണമെങ്കിൽ ഒരാൾ വെന്റിലേറ്ററിലൊക്കെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാവും നമുക്ക് ബ്രീത്ത് ചെയ്യുന്ന എയറിന് ഹൗ മെനി മില്യൺസ് ദേ ആർ പേയിങ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു, ഹോസ്പിറ്റലിൽ പോയി. വിത്തിൻ മേ ബി ഒരു 6 days ഓൾമോസ്റ്റ് 1 crore rupees. ജസ്റ്റ് 6 days. മനസ്സിലായോ? അതാണ് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ സോ പ്രഷ്യസ്. Time is an amanat. Hindi amanat എന്ന് പറഞ്ഞാൽ what is the word meaning of amanat? അവിടെ ചോദിക്കാം. അമാനന്റെ മീനിങ് എന്താ? സിസ്റ്റർ പേര് അമാന അറിയില്ല. അമാന എന്താ ആർക്കറിയാം? ട്രസ്റ്റ്, റെസ്പോൺസിബിലിറ്റി. നമ്മളൊരു കാര്യം ഒരാളെ ഏൽപ്പിക്കൂല, അമാനത്ത്. നിങ്ങളത് സൂക്ഷിക്കണം, വേസ്റ്റ് ആക്കരുതേ. അപ്പം നമ്മളൊരാളെ സൂക്ഷിച്ച് ഏൽപ്പിക്കുന്ന ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം. ഞാൻ വെക്കേഷനിൽ പോവാണ്, നീ എൻ്റെ ഈ വാല്യുബിൾ ആയിട്ടുള്ള സാധനം സൂക്ഷിക്കണം കേട്ടോ, ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് that is time, that's so precious, right? അപ്പോൾ time is a trust, it's a responsibility and it is a something entrusted for safe keeping. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അമാന എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ്. ഓക്കെ, ഈ സുഹൃത്ത് എല്ലാവർക്കും അറിയുന്ന സുഹൃത്ത്, എത്രാമത്തെ സുഹൃത്താ? 114 ആണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. 103 ആണ് വൽ അസ്ർ. ഓക്കെ, ബൈ ടൈം. വൽ അസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? ടൈമാണ് സാക്ഷി അല്ലേ? ടൈം സമയത്തിനെ വെച്ചിട്ട് അള്ളാഹു പറയണം, സമയമാണ് സത്യം. സമയത്തെ കുറിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യണം. എന്താണ് സമയം? ഓക്കെ, സമയം ശരിക്കും ഉപയോഗിക്കാത്ത മനുഷ്യൻ ഈസ് ഇൻ ലോസ്. സമയം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത മനുഷ്യൻ, ഓക്കെ, mankind, whole of mankind who is not using time effectively is in loss. Alright, innal insana lafi khusr. ഇല്ലല്ലദീന ആമനു. എന്താ ആമനു മീനിങ്? വിശ്വസിക്കുക. വിശ്വസിക്കുക, somebody who believes. വിശ്വസിച്ചവരല്ലാതെ. പിന്നെ നെക്സ്റ്റ് എന്താണ്? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വാട്ട് ഈസ് അമലു സ്വാലിഹാത്ത്? ഗുഡ് ഡീഡ്സ് അല്ലേ, ചെയ്യുന്ന നല്ല സൽക്കർമ്മങ്ങൾ. ഓക്കെ, നമ്പർ 1 ബിലീഫ്, നമ്പർ 2 ഗുഡ് ഡീഡ്സ്, നമ്പർ 3 വതവാസോബിൽ ഹഖ്. എന്താ വതവാസോബിൽ ഹഖ്? ഹക്ക് എന്ന് പറഞ്ഞാൽ ട്രൂത്ത് അല്ലേ, അതായത് സത്യത്തിന് വേണ്ടിയിട്ട് തമ്മിൽ എൻജോയ് ചെയ്യുക, അഡ്വൈസ് ചെയ്യാം. ഇതാണ് ശരി. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അഡ്വൈസ് ചെയ്യാം, ദിസ് ഇസ് നോട്ട് റൈറ്റ്, യു ഹാവ് ടു ഡു ദിസ് ഇസ് പ്രോപ്പർ വേ. അങ്ങനെ അപ്പോൾ സത്യത്തെ കുറിച്ചിട്ട് തമ്മിൽ അഡ്വൈസ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് സബർ. നമ്മൾ പറഞ്ഞല്ലോ ഹിൽമിന്റെ മീനിങ് എന്താണ്? സബർ അല്ലെ, പേഷ്യൻസ്. അപ്പോൾ വതവാസോബിൽ സബർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ ഇത് ബ്യൂട്ടിഫുൾ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു
ഈ സുഹൃത്തിനെ കുറിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് ഖുറാന്റെ കംപ്ലീറ്റ് കണ്ടന്റ് എസെൻസ് ഈ സുഹൃത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ശരിക്കും പറഞ്ഞാല് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതം സമയം നശിച്ചു പോയി അല്ലെ. അള്ളാഹു പറയാണ് വല്ലസ്വ, കാലമാണ് സാക്ഷി. ഈ 4 കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളുടെ ജീവിതം വേസ്റ്റ് ആണ്. അപ്പൊ എന്താ 4 കാര്യങ്ങൾ? വാട്ട് ആർ ദി 4 തിങ്സ്? നമ്പർ 1, ബിലീഫ് ഹാസ് ടു ബി സ്ട്രോങ് അല്ലേ. നമുക്ക് ആ ഈമാൻ, ആ തഖ്വയാണ് ബിലീഫ്. നമ്പർ 2, ഡു ഗുഡ് ഡീഡ്സ്, അമൽ സ്വാലിഹാത്ത്. നമ്പർ 3, ട്രൂത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രിങ് ദം ബാക്ക് ടു ട്രൂത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പേഷ്യൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്, പേഷ്യൻസ് അല്ലേ. ഇന്നത്തെ കാലത്ത് പേഷ്യൻസ് ഇല്ലാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. നമ്മുടെ വേൾഡിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കൺട്രീസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. സിമ്പിൾ റീസൺ. അതിന്റെ റൂട്ട് കോസ് നോക്കുകയാണെങ്കിൽ ചെറിയ റീസൺസ് ആയിരിക്കും. പേഷ്യൻസ് ഇല്ലായിരിക്കും. അപ്പം these 4 things inshallah പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ. So time is amana and this is here a slide and actually this is the essence of this session, right? ഇങ്ങനെ ടൈം വേസ്റ്റേഴ്സ്. നമ്മുടെ ടൈം ഒരുപാട്, ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മളിപ്പോൾ ChatGPT-യും ഇതൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഞാനൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ChatGPT-നോട് പറഞ്ഞു, ഗൂഗിൾ ജെമിനിനോട് പറഞ്ഞു, വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഓർ മേബി 1 minute or something എനിക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രസന്റേഷൻസ് കിട്ടും. സോ ഈസി. ടൈം ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി. നമുക്ക് ടൈം കൊണ്ട് ഗുണം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ഇപ്പം AI-യും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഒക്കെ ഉണ്ട്. പക്ഷെ പീപ്പിൾ ആർ ഓൾസോ വേസ്റ്റിംഗ് ടൈം. അപ്പം US നടന്ന ഒരു സ്റ്റഡിയിൽ 17 വയസ്സുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ആവറേജ് 17 വയസ്സുള്ള ഒരു കുട്ടി US ഓക്കെ, ആവറേജ് എത്ര ടൈമാണ് സോഷ്യൽ മീഡിയക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അറിയണം? എനി ഗസ്? പെർ ഡേ 24 hours എത്ര മണിക്കൂറാണ് സോഷ്യൽ മീഡിയയിൽ? 11, 7. നമുക്ക് നോക്കാം. 9th ആരും പറയും. Question: how many hours spent on social media in US? 5. He is very close. 5.8 hours. 5.8 hours ആണ് ഒരു 17 വയസ്സുള്ള ആവറേജ് ഒരു കുട്ടി സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത്. US നടന്ന ലേറ്റസ്റ്റ് സ്റ്റഡിയാണ്. സീ ജസ്റ്റ് ഇമാജിൻ വാട്ട് എ ടൈം വേസ്റ്റ്. എത്ര ടൈമാണ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. സോ പ്രോക്രാസ്റ്റിനേഷൻ. എന്താ പ്രോക്രാസ്റ്റിനേഷൻ? ആ വേർഡിന്റെ മീനിങ് ആർക്കും അറിയാം? പ്രോക്രാസ്റ്റിനേഷൻ പുഷ് ചെയ്യാ, നാളെ ചെയ്യാം, അതാണ് പ്രോക്രാസ്റ്റിനേഷൻ. പിന്നെ ലാക്ക് ഓഫ് ക്ലിയർ ഗോൾസ്. എന്താ ക്ലിയർ ഗോൾസ് എന്താണെന്ന് അറിയില്ല. ഗോൾസ് എന്താണെന്ന് ഒരു ക്ലാരിറ്റി ഇല്ല. ലൈക്ക് ഇപ്പോൾ ചില കുട്ടികളോട് ചോദിക്കുക, വാട്ട് ഡു യു വാണ്ട് ടു ബി ഇൻ ലൈഫ്? അങ്ങനെ ഒരു തപ്പിപ്പിടുത്തമില്ല. ആരും ക്ലിയർ ആയിട്ട് ഇപ്പൊ എന്റെ മക്കളോട് ചോദിച്ചാൽ പോലും ദാറ്റ്സ് ദ സിറ്റുവേഷൻ. നോബഡി ഈസ് വെരി ക്ലിയർ അല്ലേ. പക്ഷെ ഞാൻ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, they know exactly, they have already planned their this thing. I want to become a robotic engineer. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ ചില കുട്ടികൾ. അപ്പോൾ I asked a few questions. Why? Because that is going to be the future in 2030. Okay, by the age I am going to be after college, it will be 2030. So I am preparing myself for that future. And see, these are people who have got vision. Lack of clear goals. Distractions. നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, നോട്ടിഫിക്കേഷൻസ്, മൊബൈൽ നോട്ടിഫിക്കേഷൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുവർ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇന്നൊരു ടാസ്ക് ചെയ്യാൻ പോകും. ഓക്കെ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. അത് ആ ഒരു ടാസ്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 70% ഓഫ് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് ടെൽ പോകും. പിന്നെ എക്സസീവ് മൾട്ടി ടാസ്കിങ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ആക്ച്വലി മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവമല്ല. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്ത് ചെയ്യിപ്പിക്കുമ്പോൾ ദാറ്റ് റിയലി എഫക്ട്സ് ആ ബ്രെയിൻ ഹീറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എഫിഷ്യൻസി, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലുള്ള എഫിഷ്യൻസി ശരിക്കും ബാധിക്കും. അതുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. വൈ? മൾട്ടി ടാസ്കിങ് ഇസ് വെരി ഡേഞ്ചറസ്. കാരണം നമ്മൾ യു കനോട്ട് ഡ്രൈവ്. എ ഗുഡ് ഡ്രൈവർ, എത്ര സ്പെഷ്യലിസ്റ്റ് ഡ്രൈവർ ആണെങ്കിലും
ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ he gets distracted അല്ലേ? Okay, so multitasking excessive is very dangerous. Ali, very important hadith പറയാം. Rasul sallallahu alaihi wasallam പറഞ്ഞിട്ടുണ്ട്, there are two blessings which many people lose. ഇത് ഞാൻ എന്നോട് കൂടി പറയാണ്. ഓക്കെ, ഞാൻ ഈ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ I was just learning a lot of things. അപ്പം രണ്ട് കാര്യങ്ങൾ, one is നമ്മുടെ ഹെൽത്ത് അല്ലേ? നമുക്ക് എനർജി, ഇപ്പോൾ നിങ്ങളൊക്കെ ഏജ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ലോട്ട് ഓഫ് എനർജി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഓടണം എന്ന് പറഞ്ഞാൽ ഓടാം അല്ലെ, ചാടണം എന്ന് പറഞ്ഞാൽ ചാടാം അല്ലെ. നമുക്കൊന്നും ചിലപ്പോൾ ചാടാനൊന്നും പറ്റില്ല നിങ്ങളത്ര. യു ഹാവ് ലോട്ട് ഓഫ് എനർജി. അപ്പൊ ഈ എനർജി നല്ല രീതിയിൽ ഉപയോഗിക്കാം, ചീത്ത രീതിയിൽ ഉപയോഗിക്കാം. ദാറ്റ്സ് യുവർ ഡിസിഷൻ അല്ലേ? പാരന്റ്സ് ഒക്കെ പറഞ്ഞു തരാൻ there are limitations. നമ്മൾ പുറത്ത് പഠിക്കാൻ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും പാരന്റ്സ് ഇല്ലാത്ത സമയത്തും we will be only answerable to Allah. Allah is watching us അല്ലേ? അപ്പം ഹെൽത്തും ടൈം, these are two important things. അപ്പൊ നമ്മുടെ ടോപ്പിക് is time. So what I'm saying, these are two blessings which many people lose, their health and free time for doing good. The Bukhari, Sahih Bukhari le very important hadith ആണ്. So we have to manage time wisely. Any practical tips? Okay, how can we manage time properly? Number one, നമുക്ക് ഇപ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരാൾ സ്കൂൾ വിട്ട് വരികയാണ്. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? ഹാദി മോനെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ടാസ്ക് ചെയ്യാം? ഒരു എല്ലാവർക്കും മോനെ പേരുന്ന മാഹിൻ. ഓക്കെ, മാഹിനോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ ടാസ്ക് ഡേ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു 5 ടാസ്ക് പെട്ടെന്ന്? പിന്നെ കുറച്ച് കടന്നുറങ്ങും, പിന്നെ പഠിക്കും. ഓക്കെ, മോന്റെ പേര് ബാഹിൽ. വാട്ട് എൽസ് യു ഡു? Okay, see, everybody has got different thing. ഓരോരുത്തരും ഓരോ ടാസ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ആദ്യത്തെ ചെയ്യേണ്ടത് നമ്മൾ സ്കൂൾ വിട്ട് വന്നാല് ഫ്രഷ് ആവല്ലേ ചെയ്യേണ്ടത്? ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സ്കൂൾ വിട്ട് വന്നിട്ട് പേപ്പർ എടുത്തിട്ട് ടാസ്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ചെയ്യോ? ഓക്കെ, അത് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞത് അതിന്റെ സീക്രട്ട് എന്താന്ന് പറഞ്ഞത്. ടാസ്ക് ലിസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? ഓക്കെ, ടാസ്ക് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ആവുന്ന ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ആ പേപ്പറിനകത്ത് ഇമ്പോർട്ടന്റ് ടാസ്ക് എല്ലാം ലിസ്റ്റ് ചെയ്യാം. ഓൾറൈറ്റ്, എന്നിട്ട് അണ്ടർലൈൻ ദി ഇമ്പോർട്ടന്റ് ടാസ്ക്സ്. വാട്ട് ആർ ദി ടാസ്ക് ഇമ്പോർട്ടന്റ്? ഇപ്പൊ യൂട്യൂബ് കാണാന്നുള്ളത്, ഇസ് ദിസ് റിയലി ഇമ്പോർട്ടന്റ്? ഇസ് ഇറ്റ് റിയലി ഇമ്പോർട്ടന്റ്? It is something nice to have, but it is not really required, right? Maybe you can do it on a weekend. Daily for working days that is not important. Appo underline cheya. Okay, that means underline cheya. You have to underline only the tasks that are important. Okay, pinna circle all urgent and important tasks. Chela tasks important aanu, but it's also urgent. For example, ഫുട്ബോൾ മാച്ച് ഏത് സ്കൂളിൽ? അതോ ടിവിയിൽ കാണാനാ? ടിവിയിൽ കാണാം. ഓക്കെ, അപ്പൊ ടിവിയിൽ ഫുട്ബോൾ മാച്ച് കാണൽ ഇറ്റ്സ് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്. മാച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല അല്ലേ? ഓക്കെ ഓക്കെ, ഫ്രൈഡേ പ്രേയർ ഇസ് ആക്ച്വലി അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് അല്ലേ? യു കനോട്ട് മിസ് ഇറ്റ്. അപ്പം നമ്മൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി ഡിഫറൻസ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്? Important എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് ഹാസ് ടു ബി ഡൺ. ഫോർ എക്സാമ്പിൾ prayer is an important task, right? അല്ലേ? As Muslims, prayer is an important task, right? Correct അല്ലേ? Okay, prayer is very important. And watching a YouTube, is it important? It's not important. Okay, you might have to go to toilet. All right, is it important? Toilet പോകേണ്ടത് important ആണോ? ആണ്. അർജന്റ് ആണോ? അർജന്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് അർജന്റ് ഉള്ള കാര്യമാണ് ടോയ്ലറ്റിൽ പോകുന്നത് അല്ലേ? That has to be done. ഭക്ഷണം കഴിക്കുക, ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ we can make a simple thing. Priority matrix ഉണ്ടാക്കാം. Alright, I will show you how to make it. ഒരു to do list ഉണ്ടാക്കണം. Okay, now I will ask some questions here. Okay, priority matrix കേട്ടിട്ടില്ല ആരെങ്കിലും? പ്രയോറിറ്റി മെട്രിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മൾ 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ അറിയണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് നീറ്റ് എക്സാം ഉണ്ട്
You're preparing for NEET exam, right? How do you plan when you are now in 12th? Your NEET exam is May 3rd. How many months? 8 മാസം. അപ്പോൾ 8 മാസത്തിൽ NEET exam എഴുതാൻ how do you plan? ടോട്ടൽ 80 ചാപ്റ്റേഴ്സ് ഉണ്ട്, പ്ലസ് 1 ആൻഡ് പ്ലസ് 2 കമ്പൈൻ ചെയ്തിട്ട് 8 months. ആൻഡ് ഓരോ മന്ത് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മോക്ക് ടെസ്റ്റിന് വരാൻ പോകുന്ന സബ്ജക്റ്റുകൾ കവർ ചെയ്താൽ ബൈ ദ ടൈം വിൽ ബി പ്രിപ്പയർഡ്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റിനുള്ള ഇത് ആ മാസത്തിൽ പഠിച്ചാൽ മതി. അപ്പോൾ ഒരു മാസത്തിൽ ഒരു മോക്ക് ടെസ്റ്റിന് 6 or 7 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു മാസം കൊണ്ട് പഠിക്കാൻ. എനിക്ക് കൂടുതൽ ഡിഫിക്കൽട്ടി ആണ് കെമിസ്ട്രിക്കാണ്. അപ്പോൾ എളുപ്പമുള്ളത് ആരും തുടങ്ങും. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എക്സാം അടുക്കാറാകുമ്പോൾ തീർന്നു. അപ്പോൾ ഡെയിലി deadlines for NEET exam. Our deadline is already cast in stone. You cannot change that deadline, right? Appo we have to work backwards, all right? Backwards ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ we will know എനിക്ക് ഓരോ ദിവസവും ഞാൻ എത്ര ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, എത്ര പ്രാക്ടീസ് എക്സാംസ് ചെയ്യണം, റൈറ്റ്? അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം, റൈറ്റ്? ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ സീറ്റൊക്കെ മാറ്റിയിരുന്നിട്ട് വരും. ഇവിടെ ഓക്കെ. അപ്പം അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ പെർഫെക്റ്റ് ആവും, അല്ലേ? ഓക്കെ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ലെറ്റ്സ് ഡു ആൻ എക്സാമ്പിൾ, പ്രാക്ടിക്കൽ എക്സാമ്പിൾ, റൈറ്റ്? ഓക്കെ. പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ സാധനം പ്രയോറിറ്റി മെട്രിക്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ പ്രയോറിറ്റി മെട്രിക്സ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല, 70% ഓഫ് യുവർ ടൈം യു ക്യാൻ സേവ്. ഓക്കെ. ഹൗ ഡു യു ഡു ദാറ്റ്? ഒരു പേപ്പർ എടുക്കുക, സിമ്പിൾ A4 പേപ്പർ എടുത്തിട്ട് 4 കോളം വരയ്ക്കുക, ഒരു പ്ലസ് വരയ്ക്കുക പേപ്പറിന്റെ നടുക്ക്. ഓക്കെ. അതാണ് ഈ കാണുന്നത്. അതിനകത്ത് ടോപ്പിലുള്ളത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? See what you see here. See, ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് 4 വര വരയ്ക്കുക. ഓക്കെ. ഇവിടെ നിങ്ങൾ അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഇത് ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഇത് അർജന്റ് ആണ്, ഇത് നോട്ട് അർജന്റ് ആണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് യൂട്യൂബ് ഇസ് വിൽ കം ഹിയർ, ഇറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഓൾറൈറ്റ്? ഇറ്റ് ഇസ് നോട്ട് അർജന്റ് ഓൾസോ, അപ്പോൾ ഇറ്റ് വിൽ കം ഹിയർ ആക്ച്വലി. യൂട്യൂബ് വാച്ച് ചെയ്യുക, ഓൾറൈറ്റ്? പിന്നെ ഫുട്ബോൾ കളി കാണുമെന്ന് പറഞ്ഞല്ലോ, മേ ബി ദാറ്റ് ഇസ് important for you, right? So you can put it important if it's a working day, weekend ആണെങ്കിൽ you can put it like that. അപ്പോൾ ശരിക്കും ആക്ച്വലി ഇങ്ങനത്തെ ഒരു priority list you have to do it every day, because every day you have maybe 10 tasks. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഈ മെട്രിക്സിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോൺ ആസ് ഐസൻഹോവർ ഡിസിഷൻ മെട്രിക്സ്. ഇത് നിങ്ങൾ ഗൂഗിൾ അടിച്ചാലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ സാമ്പിൾ ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനത്തെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, റെഡിമെയ്ഡ് അവൈലബിൾ. അപ്പോൾ നിങ്ങൾ ഒരു ഇങ്ങനത്തെ പ്രിന്റ് ഔട്ട് എപ്പോഴും വെക്കണം. ടു ഡു ലിസ്റ്റിൻ്റെയും ഈ ഡിസിഷൻ മെട്രിക്സിൻ്റെയും പ്രയോറിറ്റി മെട്രിക്സിൻ്റെയും പ്രിന്റ് ഔട്ട് വെക്കുക. എവറി ഡേ ലിസ്റ്റ് ഡൗൺ ആക്ടിവിറ്റീസ്. എന്നിട്ട് വിൽ ഗിവ് എൻ എക്സാമ്പിൾ. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു, ഫോർ എക്സാമ്പിൾ, ഇത് ഡു ഓൺ, യു ഹാവ് ടു ഡു ദിസ് ബിക്കോസ് ഇറ്റ് ഈസ് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. This one is you don't need to do now, it is important. But maybe the football match, maybe you can watch it later, recorded video you can watch later. You can also, based on your priority. These are some tasks which you can delegate. It's not important. But nammal thanne cheyanda avashyamilla. It can be given to somebody else. Maybe your friend can do it. And these are the tasks that you have to delete. That means this is not urgent, it is not important. Alright? അങ്ങനത്തെ ടാസ്ക് ദീസ് ആർ വേസ്റ്റ്, ടൈം വേസ്റ്റ് ആണ്, അത് റിമൂവ് ചെയ്യുക, അവോയ്ഡ് ദീസ് ടാസ്ക്. ഇനി നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. വിൽ ട്രൈ ദിസ്. ഓക്കെ. ഇതാണ് ആക്ടിവിറ്റീസ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. വാച്ചിങ് ടി വി കാണുക, അല്ലെങ്കിൽ യൂട്യൂബ് കാണുക, ന്യൂസ് കാണുക, ഡൂയിങ് ഹോംവർക്ക്, ഇങ്ങനത്തെ ഒരു 10 ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് ഇതിനകത്ത് watching TV news, is it urgent or important?
ഇല്ല റണ്ണിങ് May be important, but it's not urgent. Okay? ആ ശരി Agree? You can decide that. Uh-huh. These are all നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. I'm just giving you one example. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് the important thing, whatever you feel is important, underline it. Maybe watching TV news is important for you. Okay? Doing homework is of course important, correct? പിന്നെ planning for a Sunday cricket match അല്ലെങ്കിൽ football match. Sunday ആണ്. Now we are in Friday. അപ്പോൾ planning it's not very important now. Calling a classmate you can call later also, so it's not very important. Attending tuition class, നിങ്ങൾക്ക് tuition class ഉണ്ട്, that has to be attended, that is important, right? Performing daily prayers, very important. പിന്നെ eating dinner, ഭക്ഷണം കഴിക്കണ്ടേ, very important. ഭക്ഷണം കഴിക്കാൻ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ it is important. Daily exercise, half an hour walk ചെയ്യണം, exercise like cricket കളിക്കണം, football കളിക്കണം, that for you may be important. Sleeping on time, 10 മണിക്ക് ഉറങ്ങിയിട്ട് 4 മണിക്ക് എണീക്കാൻ may be important. ഇനി ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വാട്ട് ഈസ് അർജന്റ്, ഇതിൽ ആരെ പറഞ്ഞുതരാൻ പറ്റാ, ഇതിൽ ഏതാ അർജന്റ്, അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഏതാ, അത് സർക്കിൾ ചെയ്യണം. ഇതിൽ അർജന്റ്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ് അർജന്റ്, ഈ ആറുന്നതിൽ ഏതാണ് അർജന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഫസ്റ്റ് വൺ, ടി വി ന്യൂസ് അർജന്റ് ആണോ? അല്ല. ഡൂയിങ് ഹോംവർക്ക് അർജന്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ചെയ്തതെല്ലാം ഇമ്പോർട്ടൻ്റ് അർജന്റ് ആണോ? ഓക്കെ, അപ്പോൾ that is correct. So attending tuition class, that is urgent. Performing daily prayers, it's urgent, time in and pray ചെയ്യണം. പിന്നെ eating dinner, that is urgent. Eating dinner urgent അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സർക്കിൾ ചെയ്ത കാര്യങ്ങളില്ലേ അർജന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഇടാം. ഓക്കെ, പിന്നെ അണ്ടർലൈൻ ചെയ്യുന്നത് ബാക്കിയുള്ളത് ഇറ്റ് വിൽ ബി അർജന്റ്, സോറി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജന്റ്. ഓൾറൈറ്റ്, പിന്നെ ഉള്ളത് ക്രിക്കറ്റും ക്ലാസ്മേറ്റ്സും, ദാറ്റ് മേ ബി യു ക്യാൻ ഡെലിഗേറ്റ്, വേറെ ആർക്കെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പണികൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ദാറ്റ് വിൽ സേവ് യു എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ നോക്കി, നിങ്ങൾ ബേസിക്കലി 10 ടാസ്കിൽ നിങ്ങൾ ആക്ച്വലി 4 ടാസ്ക് മാത്രമേ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി 6 ടാസ്ക് യു ക്യാൻ put it in different box. അപ്പോൾ you have to identify which box, മനസ്സിലായോ, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആക്ടിവിറ്റീസ് ഏത് ബോക്സിൽ കൊണ്ടുപോയിടണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം, ദാറ്റ് ഈസ് കോൾഡ് പ്രയോറിറ്റി മെട്രിക്സ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ് ടു സേവ് ടൈം. ഓൾറൈറ്റ്, പിന്നെ ജസ്റ്റ് സമ്മറൈസിങ് ഇറ്റ്, ഈ ഒരു ഫേമസ് കൊട്ടേഷൻ ആണ്, വേസ്റ്റിംഗ് ടൈം ഈസ് വേഴ്സ് ദാൻ ഡെത്ത്. യുനോ, മരണത്തെക്കാൾ വേഴ്സാണ്, ഭീകരമാണ് വേസ്റ്റിംഗ് ടൈം, ബിക്കോസ് ഡെത്ത് സെപ്പറേറ്റ്സ് യു ഫ്രം ദിസ് വേൾഡ്, ബട്ട് വേസ്റ്റിംഗ് ടൈം സെപ്പറേറ്റ്സ് യു ഫ്രം അല്ലാഹ്. മനസ്സിലായില്ലേ? വേസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല, ഇറ്റ് ഈസ് എ ബിഗ് ക്രൈം. കാരണം നമുക്ക് പടച്ചോൻ തന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് അല്ലേ, ആ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അല്ലാഹ് വിൽ ഹേറ്റ് us. അപ്പോൾ അല്ലാഹ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യട്ടെ. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഐ ആം ജസ്റ്റ് സമ്മറൈസിങ്. Time is our most valuable gift. Okay, use it wisely. Next, beware and avoid time wasters. Time waste ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക, അത് അവോയ്ഡ് ചെയ്യുക. യൂസ് ടു ഡു ലിസ്റ്റ് ടു ഐഡന്റിഫൈ ടാസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് ഉപയോഗിക്കുക, ക്യാൻ ബി ഡൗൺലോഡഡ്. പിന്നെ ഐസൻഹോവർ മെട്രിക്സും അതേപോലെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് ഇസ് ദി കീ ടു സക്സസ്. നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ എന്ത് ലൈഫിൽ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണെങ്കിൽ പോലും, ടൈം മാനേജ്മെന്റ് റിയലി ഹെൽപ്സ് us succeed. മനസ്സിലായോ? അത് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് they can always, you can see them in high ranks. പിന്നെ ടൈം is an amana. It's a great responsibility. Alright? With that, inshallah, പഠിച്ചാൽ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. It was very short, but with the limited time, inshallah, I hope I have given you 2 important messages: to-do list and Eisenhower matrix. Please use it in your daily life and always value time, inshallah. Jazakallah khair. Assalamu alaikum. Jazakallah khair.